പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കാണുവാൻ ഭാഗ്യം നൽകിയല്ലോ. എത്ര പേർക്ക് സന്തോഷമുണ്ട് നമ്മൾ ദൈവവചനത്തിന് മുമ്പിലായിരിക്കുന്നത്. സ്തോത്രം. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഓരോ ദിവസവും പ്രഭാതത്തിൽ കർത്താവ് തരുന്ന വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്നിൽ കൂടെ അറിയിക്കുന്ന ഈ വചനം ഒരുപാട് ആൾക്കാർക്ക് ആശ്വാസമാകുന്നു എന്ന് അവരെന്നെ വിളിച്ചു പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും എൻ്റെ ദൈവത്തിന് ഞാൻ മഹത്വം കരയുകയും ചെയ്യും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആയതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കഴിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും വലിയ മറുപടിയുണ്ട്. സ്തോത്രം. ഈ പകൽക്കാലത്തെ ധ്യാനത്തിനായിട്ട് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ച് കേൾപ്പിക്കാം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. സ്തോത്രം. ഈ പകൽവേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു വചനം, നിങ്ങളുടെ കൂടെ വരുന്ന ദൈവം, നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളുടെ കൂടെ വരുന്ന ദൈവം, നിങ്ങളുടെ സന്തോഷവേളയിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവം, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഇവിടെ യോശുവ പറയുന്നത്. ഇന്ന് പകൽവേളയിൽ നിങ്ങൾ പോകുന്നിടത്തൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തോണം. അതുകൊണ്ട് ദൈവത്തെ വിട്ട് ഒന്നും ചെയ്യാൻ ഇന്ന് പകൽവേളയിൽ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ ദൈവത്തോട് കൂടെയാണ് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ദൈവം നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളുടെ സകല വിഷമങ്ങളെയും ദൈവം മാറ്റി നൽകും. ഇതുപോലെ ഉറപ്പ് നമുക്ക് ആര് തരും? നമുക്ക് കഷ്ടത വരുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കാമെന്ന് നമ്മുടെ സ്നേഹിതർ പറയുമോ? നമ്മുടെ ബന്ധുക്കൾ പറയുമോ? നമ്മൾ സ്നേഹിക്കുന്നവർ പറയുമോ? ആരും പറയത്തില്ല. ഞാൻ വരാമെന്നേ പറയത്തുള്ളൂ, പക്ഷെ അവരാരും വരത്തില്ല. പക്ഷെ ഇവിടെ യോശുവ വിളിച്ചു പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നീ എന്ത് ചെയ്യണം? ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. ഇന്ന് പകൽക്കാലം ദൈവം പറയുക, നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാകണം, ഒരു ധൈര്യം ഉണ്ടാകണം. എന്തിലാ? നിങ്ങൾ പോകുന്നിടത്ത് ദൈവം ഉണ്ടെന്ന്. ഇന്ന് നിങ്ങൾ ചില വിഷയങ്ങളോട് ബന്ധപ്പെട്ട് ചില ഓഫീസുകൾ കയറാൻ പോയല്ലേ, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് സഹോദരങ്ങളെ. നിങ്ങളൊരു ജോലി അന്വേഷിച്ച് നിങ്ങൾ പോകാൻ തുടങ്ങിയല്ലേ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ജോലി എന്തോ ആയിക്കോട്ടെ, ആ ജോലി ചെയ്യാൻ വേണ്ടിയാ ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടിട്ട് നിങ്ങൾ പോകുന്നെങ്കിൽ ഓർത്തു, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഭാരമേറിയ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ജോലി എൻ്റെ ദൈവത്തിന്റെ കരങ്ങളാൽ ദൈവം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. നിങ്ങൾ ശരീരമൊക്കെ വലിയ പ്രയാസമാണ്. രാവിലെ കിടക്കുകയെന്ന് എഴുന്നേറ്റപ്പോൾ ഒരു വിധത്തിലും ജോലിക്ക് പോകാൻ പറ്റാത്ത നിലയിൽ ശരീരത്തിന് കഠിനമായ വേദനയും ഭാരവും പനിയും ഒക്കെ ഒരുപാട് വിഷമമാണ്. പക്ഷെ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല, കുടുംബം പോറ്റണം, വിഷമങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പോയേ പറ്റൂ. ദൈവം പറയാ, ധൈര്യത്തോട് വെക്കൂ. ഈ വചനം അതിനാണ് ഇന്ന് രാവിലെ നിങ്ങളെ കേൾപ്പിക്കുന്നത്. നിങ്ങൾ ധൈര്യത്തോടെ പോകുന്നേ, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. സ്തോത്രം. നിങ്ങൾ പോകുന്നിടത്ത് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. സ്തോത്രം. രൂത്ത് നവോമിയോട് പറഞ്ഞതുപോലെ, നിന്റെ ദൈവം എൻ്റെ ദൈവമാണ്, നിന്റെ ജനം എൻ്റെ ജനം എന്നുള്ള ഉറപ്പ് രൂത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാ സ്വന്തം അമ്മായിമ്മയുടെ കൂടെ ധൈര്യത്തോടെ അവൾ ഇറങ്ങിയതെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം പറയുക, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് മക്കളെ. പ്രിയ വാത്സല്യ സഹോദര, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തെറ്റുകൾ ചെയ്ത് ജീവിക്കാമെന്ന് നിങ്ങൾ കരുതരുത്. ദൈവത്തെ മറന്ന് ജീവിക്കാമെന്ന് നിങ്ങൾ കരുതരുത്. ദൈവം ഇവിടെ എല്ലായിടത്തുമുണ്ട്. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ നിങ്ങളുടെ കുറവുകളും കാണുന്നു, നിങ്ങളുടെ പോരായ്മകളും കാണുന്നു, നിങ്ങളുടെ വിഷമങ്ങളും കാണുന്നുണ്ട്. ദൈവം ഒറ്റ കണ്ണത് കൊണ്ട് പലതും കാണുന്ന ദൈവമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുറവുകൾ ദൈവത്തോട് നിങ്ങൾ ഏറ്റു പറയുമ്പോൾ നിങ്ങളുടെ സകല വിഷമങ്ങൾക്കും ദൈവം പരിഹാരം നൽകും. സ്തോത്രം. ആകയാൽ വിശ്വസിച്ചോട് പോകൂ, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറാണോ? നിങ്ങൾ ധൈര്യത്തോടെ ഉറപ്പോടെ വാഹനം ഓടിച്ചോണ്ട് പോകൂ, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ആപത്തിൽ നിന്നൊക്കെ ദൈവം വിടുവിക്കും. കുഞ്ഞ് സ്കൂളിൽ കോളേജിൽ പോകുന്ന ഒരു കുഞ്ഞാണോ നീ വിശ്വാസത്തോടെ ധൈര്യത്തോടെ സ്കൂളിൽ പോകും, ദൈവം നിന്റെ കൂടെയുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ ചില ഭാരമൊക്കെ നിന്റെ ശരീരത്തിലുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകാൻ ഞാൻ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം ദൈവം തന്ന ഈ വചനം നിങ്ങളോട് ഞാൻ പങ്കുവെച്ച് പറയുക. നിങ്ങൾ പോകുന്നിടത്തൊക്കെയും പോകുന്നിടത്ത വഴികളിലെല്ലാം പതിയിരിക്കുന്ന സകല ദുഷ്ടശക്തികളെയും തകർത്ത് കളഞ്ഞ്, സകല അമലേക്കിന്റെ പോരുകളെയും തകർത്ത്
നിങ്ങളെ മുൻപോട്ട് നയിക്കുവാൻ ദൈവം കൂടെയുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും കർത്താവിന്റെ വേലക്കാരായിരിക്കുന്ന ആരെങ്കിലും ദൈവദാസിമാർ എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പകൽ വേളയിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാൻ പോകുന്ന ആ കർത്തൃ ശുശ്രൂഷയിൽ പ്രതികൂലങ്ങൾ കാണും. പക്ഷേ ദൈവം പറയുന്നു, ഉറപ്പോടെ നീ പൊക്കൂ, ഞാൻ എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. കാരണം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നല്ല ചെയ്ത ആ ശബ്ദമാണ് നിങ്ങളുടെ കരത്തെ പിടിച്ചു പറയുന്നത്. ദൈവത്തിന് ഉറപ്പ് നൽകുമ്പോൾ ദൈവം ആരാ? കൂടെ വരുന്ന ദൈവമാണ്. അഗ്നിജ്വാലയിൽ ഇറങ്ങി വന്ന ദൈവം, സംഘത്തിന്റെ ഗുഹയിലേക്ക് ഇറങ്ങി വന്ന ദൈവം, യോസഫിനെ കുഴിയിലേക്ക് തള്ളിയിട്ടപ്പോൾ അവിടേക്ക് ഇറങ്ങി വന്ന ദൈവം, പത്രോസിനോടുകൂടെ കടലിൽ മീൻപിടുത്തത്തിനായി ഇറങ്ങിച്ചെന്ന ദൈവം, അതുപോലെ അനേക സാരാഫത്തിലെ വിധവയുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന ദൈവം. ഓ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിഷയത്തിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. ആരോടും പറയാതെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾക്ക് തളം കെട്ടി നിൽക്കുന്ന വേദനാജനകമായ സാഹചര്യം, ആ ദുഃഖകരമായ സാഹചര്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് പറയുന്നു, എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരിക. ശരദ. ഓ, ഇത് പകൽക്കാലം ആത്മാവിൽ ദൈവത്തിന്റെ ദൂതിയെ വിളിച്ചു പറയുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില അത്ഭുതം നടക്കാൻ പോകുക. നിങ്ങളുടെ കണ്ണുനീരിനെയും പരിഹാരം നൽകാൻ പോകുക. നിങ്ങളുടെ കട്ടതയ്ക്ക് പരിഹാരം, നിങ്ങളുടെ രോഗത്തിന് മാറ്റം, നിന്റെ കടഭാരത്തിന് മാറ്റം, നിന്റെ ഭവനമില്ലായ്മയ്ക്ക് മാറ്റം, നിന്റെ അവിശ്വാസത്തിന് മാറ്റം. അവിടേക്ക് ദൈവം ഇറങ്ങി വരിക. സക്കായിയോട് ദൈവം പറഞ്ഞ പോലെ, സക്കായേ, ഞാൻ നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിനെ അറിയാത്തൊരു വ്യക്തിയാണോ? നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവ് വരാൻ ആഗ്രഹിക്കുന്നു. എന്റെ ദൈവം വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൂടെയുണ്ട്, കൂടെ വരുന്ന ദൈവം. ഈ ദൈവത്തിന്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കും. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, അവൻ എടുക്കപ്പെട്ടതുപോലെ നാം ദൈവത്തോട് കൂടെ നടന്നു. പ്രശ്നങ്ങളെല്ലാം വഴിമാറിക്കോളും. ചെങ്കടൽ മാറും, പർവ്വതങ്ങൾ മാറും, കുന്നുകൾ തകരും. ദൈവത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകുക. വിശ്വാസത്തോടെ നിങ്ങൾ മുൻപോട്ട് പോകുക. ഇന്ന് പകൽ വേളയിൽ ദൈവം കൂടെയുണ്ട്. ധൈര്യത്തോടെ ദൈവം നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ദൈവം കൂടെയുണ്ട്. വിശ്വസിച്ച് മുന്നോട്ട് പോയി ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കിത് സന്തോഷവും അനുഗ്രഹമായെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ അറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.